നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി പന്നിയംകുറിശി റോഡിന്റെ ശോചനീയാവസ്ഥ. വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് നഗരസഭ. നിലവിലുള്ള കുണ്ടും കുഴികളും തൂർത്ത് ഡ്രെയിനേജുകൾ ശരിപ്പെടുത്തി റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാൻ തീരുമാനം. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു. 35 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 13 വയസ്സുകാരുടെ നില ഗുരുതരം. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തും ആരോഗ്യവകുപ്പും. കടമ്പൂർ വേട്ടക്കര കടമ്പഴിപ്പുറം റോഡ് അപകടാവസ്ഥയിൽ. അടുത്ത നവീകരണ ഉദ്ഘാടനം കഴിഞ്ഞ റോഡാണ് ശക്തമായ മഴയിൽ മണ്ണൊലിച്ചു പോയി അപകടാവസ്ഥയിലെത്തിയത്. സംരക്ഷണ ഭിത്തി കെട്ടാതെയാണ് റോഡ് നവീകരിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ. ചെർപ്പുളശ്ശേരി ടൗണിൽ അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും ഉടൻ പരിഹാരം കാണുമെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ. അതിനുവേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക്. മോട്ടോർ വാഹന വകുപ്പും ഗതാഗത മന്ത്രിയും സർക്കാരും വാഹന ഉടമകളെ വഞ്ചിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. പാലക്കാട് RTO ഓഫീസിനു മുൻപിൽ ചൊവ്വാഴ്ച രാവിലെയാണ് പ്രതിഷേധ സമരം. വിശദമായ വാർത്തകളിലേക്ക്. ചെർപ്പുളശ്ശേരി പന്നിയംകുറിശി റോഡിന്റെ ശോചനീയാവസ്ഥ. വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് നഗരസഭ. നിലവിലുള്ള കുണ്ടും കുഴികളും തൂർത്ത് ഡ്രെയിനേജുകൾ ശരിപ്പെടുത്തി റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 4 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പന്നിയംകുറിശി തൂതാ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് തിങ്കളാഴ്ച രാവിലെ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത്. പലതവണ റോഡിന്റെ ശോചനീയാവസ്ഥ അധികാരികളുടെ മുന്നിലെത്തിച്ചിട്ടും യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. ഇതിനെതിരെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. എന്നാൽ നഗരസഭയിൽ ചെയർമാനോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരോ മറ്റു വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ ഉണ്ടായിരുന്നില്ല. പിന്നീട് നഗരസഭാ സൂപ്രണ്ടിനെ കാണുകയും സൂപ്രണ്ട് നൽകിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. 4 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച റോഡാണ് പന്നിയംകുറിശി തൂതാ റോഡ്. എന്നാൽ ഇപ്പോൾ നഗരസഭയ്ക്ക് മെയിൻ്റനൻസ് നടത്താവുന്ന രീതിയിലല്ല റോഡുള്ളതെന്നും ജില്ലാ പഞ്ചായത്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടി പൂർത്തീകരിച്ച് വർക്ക് തുടങ്ങാവുന്ന അവസ്ഥയിലാണ് എന്നും പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിനു ശേഷം മാത്രമേ വർക്ക് ഓർഡർ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അറിയിച്ചു. എന്നാൽ ഇപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നിലവിലുള്ള കുണ്ടും കുഴികളും തൂർത്ത് ഡ്രെയിനേജുകൾ ശരിപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇതിനുള്ള പണികൾ ചൊവ്വാഴ്ച മുതൽ തന്നെ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. തൂതാ പന്നിയംകുറിശി റോഡിലുള്ള ഗതാഗത പ്രശ്നം തീർക്കാൻ അടിയന്തരമായി നഗരസഭ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കണ്ടായി. നമുക്കറിയാം, ആ റോഡ് ബസ് റോഡ് ഇപ്പം നഗരസഭയ്ക്ക് മെയിൻ്റനൻസ് നടത്താവുന്ന രീതിയിലല്ല ഉള്ളത്. അത് ജില്ലാ പഞ്ചായത്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടി പൂർത്തീകരിച്ച് അതിൻ്റെ വർക്ക് തുടങ്ങാവുന്ന അവസ്ഥയിലാണ്. വർക്ക് ഓർഡർ കൊടുക്കുന്നതോടുകൂടി വർക്ക് തുടങ്ങാം. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ശേഷം മാത്രമാണ് അതിൻ്റെ വർക്ക് ഓർഡർ നൽകാൻ കഴിയും. ആ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ നിലവിലുള്ള കുണ്ടും കുഴികളും തൂർത്ത് ഡ്രൈനേജുകൾ ശരിപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കുക എന്ന പ്രവൃത്തിയാണ് പെട്ടെന്ന് തൂതാ പന്നിയംകുറിശി റോഡിൽ ചെയ്യാൻ കഴിയുക. അതിന് ആവശ്യമായ ക്രമീകരണങ്ങളാണ് നഗരസഭ വരുത്തിയിട്ടുള്ളത്. നാളെ മുതൽ തന്നെ തൂതാ പന്നിയംകുറിശി റോഡിൽ ഇപ്പോൾ ഉള്ള വലിയ കുഴികളൊക്കെ തന്നെ GSP ഇട്ട് റോളർ ഓട്ടി, വെറുതെ മെറ്റലിടുകയല്ല, GSP ഇട്ട് റോളർ ഓട്ടി ആ പൈപ്പിട്ട ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ആവശ്യമായ പ്രവൃത്തി നാളെ തന്നെ തുടങ്ങുന്നതാണ്. ബാക്കി പല പ്രദേശം EMS റോഡിലൂടെയും ഗതാഗതം പ്രശ്നമായിട്ട് EMS റോഡ് ശാരകുന്നൊക്കെ തന്നെ റോഡ് പൊളിച്ചിട്ടുണ്ട്. ഈ റോഡുകളൊക്കെ തന്നെ വളരെ മുൻഗണനാടിസ്ഥാനത്തിൽ മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ റീസ്റ്റോറേഷൻ പ്രവൃത്തി നടത്തണമെന്നാണ് ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനമുള്ളത്. യോഗത്തിൽ അമൃത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ, എഞ്ചിനീയർമാർ, ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, കരാറുകാർ, വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ, മുണ്ടൂർ തൂതാ റോഡ് കരാർ ഉദ്യോഗസ്ഥർ എന്നിവർ എത്തിയിരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു. 35 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 13 വയസ്സുകാരുടെ നില ഗുരുതരമാണ്. രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടികൾ ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 13 വാർഡിൽ ഉൾപ്പെടുന്ന പഴഞ്ചേരിക്കുന്നിലാണ് മഞ്ഞപ്പിത്തം പ്രധാനമായും പടർന്നു പിടിക്കുന്നത്.
രണ്ടാഴ്ച മുൻപ് തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളും തുടങ്ങി. എന്നാൽ 13 വയസ്സുകാരിക്ക് രോഗം ഗുരുതരമായതോടെയാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യം മനസ്സിലാക്കാനായത്. വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോമാകാം രോഗം പടർന്നതെന്ന നിഗമനത്തിലാണ് അധികൃതർ. ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും വാർഡിൽ നടപ്പാക്കി വരുന്നുണ്ട്. രോഗബാധിതർക്ക് പ്രത്യേക പരിചരണം നൽകാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ 14 പേരുടെ രക്തം ശേഖരിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കി. ഡോക്ടർ കെആർ വിദ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സാധനങ്ങളുമായിട്ട് നമ്മൾക്ക് കോണ്ടാക്ട് വരുന്നു. അതായത് അവരുപയോഗിച്ച പാത്രം, അവരുപയോഗിച്ച ഗ്ലാസ്, പിന്നെ അവർ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളത് ക്ലീൻ ചെയ്യാതെ നമ്മൾ ആ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ഒക്കെയാണ് നമുക്ക് ഈ ഒരു രോഗം വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, ഇപ്പോൾ ഓൾറെഡി 31 കേസായി. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്, ഒന്ന്, നമ്മുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഒരു മുറിയിൽ നമ്മൾ പാർപ്പിക്കുക, ഐസൊലേഷൻ ചെയ്യണം അവരെ. അതിൽ നമ്മളൊരു ബുദ്ധിമുട്ടും നമ്മൾ വിചാരിക്കേണ്ട. അവരെ ഐസൊലേഷൻ ചെയ്യുക. വേറെ പ്രത്യേകിച്ച് നമ്മൾ പണ്ട് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഐസൊലേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു പ്രത്യേക മുറിയിൽ അവരെ പാർപ്പിക്കുക. അവരുടെ ഭക്ഷണം, അതുപോലെ അവരുടെ ഭക്ഷണമൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം. ആ പാത്രം, വെള്ളം, ഗ്ലാസ് എല്ലാം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വെക്കുക. പിന്നെ അതുപോലെ അവർ ഉപയോഗിച്ച തുണികൾ അത് പ്രത്യേകം തന്നെ വീട്ടിലൊരാളെ ഏൽപ്പിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്. അല്ലാതെ എല്ലാവരും കൂടി അവരായിട്ട് രോഗിയായിട്ട് ഇടപെടരുത്. അപ്പോൾ വീട്ടിലൊരാളെ ഏൽപ്പിക്കുക രോഗിയായിട്ട്. അപ്പോൾ അവർ തന്നെ വേണം ഈ അവരുടെ പാത്രങ്ങൾ കഴുകാനും, അല്ലെങ്കിൽ അവരുടെ പാത്രങ്ങൾ അവർ തന്നെ കഴുകണം. സാധാരണ രോഗിക്ക് ചിലപ്പോൾ കിടപ്പിലാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കഴുകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരാൾ, നമ്മൾ വീട്ടിൽ ഏൽപ്പിച്ച ഒരാൾ പാത്രങ്ങൾ കഴുകണം, അവരുടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കണം. ആശങ്ക വേണ്ട എന്നും ജാഗ്രത പുലർത്തണമെന്നും ഡോക്ടർ കെആർ വിദ്യ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷ ജലജ ശശികുമാർ, പഞ്ചായത്ത് അംഗം മുജിബുദ്ദീൻ, കൊപ്പം മെഡിക്കൽ ഓഫീസർ ലീനാകുമാരി, ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ ഗോപിനാഥ്, കൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ കടമ്പൂരിൽ പാടശേഖരത്തിന് സമീപം ശക്തമായ മഴയിൽ മണ്ണൊലിച്ചുപോയി റോഡ് അപകടാവസ്ഥയിൽ. അടുത്ത് നവീകരണോദ്ഘാടനം കഴിഞ്ഞ കടമ്പൂർ വേട്ടക്കര കടമ്പഴിപ്പുറം റോഡിലാണ് അപകട ഭീഷണി. പാടശേഖരം തുടങ്ങുന്ന ഭാഗത്താണ് മണ്ണൊലിച്ചുപോയി റോഡിന് തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുന്നത്. റോഡ് ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെറ്റലടക്കം പുറത്തു കാണുന്ന സ്ഥിതിയായിട്ടുണ്ട്. ഇനിയും ശക്തമായി മഴ പെയ്താൽ റോഡടക്കം ഒലിച്ചു പോകുമെന്ന അവസ്ഥയാണ്. എതിർദിശകളിൽ 2 വാഹനങ്ങൾ ഒരേ സമയം വന്നു കഴിഞ്ഞാൽ അപകടമുണ്ടായേക്കാമെന്ന ഭീതിയുമുണ്ട്. ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണിത്. രാത്രിയാണ് അപകട ഭീഷണി കൂടുതലുള്ളത്. വീതി കുറവുള്ള ഈ ഭാഗത്ത് നേരത്തെ തന്നെ കമ്പുകൾ നിരത്തി കുത്തിവെച്ചിരുന്നു. ഇതെല്ലാം ഒലിച്ചുപോയ നിലയിലാണ്. റോഡിൽ നിന്ന് 3 അടിയിലേറെ താഴ്ചയുള്ള സ്ഥലമാണിത്. ഈ ഭാഗത്തടക്കം സംരക്ഷണ ഭിത്തി കെട്ടാതെയാണ് റോഡ് നവീകരിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതാണ് പ്രശ്നത്തിന് കാരണം. റോഡ് പണിക്ക് വേണ്ടി നീർച്ചാലുകൾ അടച്ചത് തുറക്കാത്തതും വെള്ളം കുത്തിയൊഴുകുന്നതിന് കാരണമായിട്ടുണ്ട്. കടമ്പൂർ പാടശേഖരത്തിന് നടുവിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് റോഡിന്റെ നവീകരണോദ്ഘാടനം കഴിഞ്ഞിരുന്നത്. 3 കോടി രൂപ ചെലവിൽ 5 കിലോമീറ്ററിലേറെ ദൂരം വരുന്ന റോഡാണ് നവീകരിച്ചിരുന്നത്. ഉദ്ഘാടനത്തിന് പിന്നാലെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. അതേസമയം റോഡ് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കരാറുകാരനോടും പറയുമെന്ന് അധികൃതർ അറിയിച്ചു. ചെർപ്പുളശ്ശേരി ടൗണിൽ അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടിനും ഗതാഗതക്കുരുക്കിനും ഉടൻ പരിഹാരം കാണുമെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ. അതിനുവേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. ടൗണിലെ ദുരിതം കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡ് പണി പൂർത്തിയാക്കാതെ കിടക്കുന്നതും പല ഭാഗത്ത് റോഡ് പൊളിച്ചതുമാണ് ചെർപ്പുളശ്ശേരി നഗരത്തിൽ യാത്ര ദുരിതപൂർണമാക്കുന്നത്. മഴയും കൂടി തുടങ്ങിയതോടെ വെള്ളവും ചെളിക്കെട്ടും രൂപപ്പെട്ടു. ഇത് വാഹനയാത്രികരെയും കാൽനടയാത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. വൈകിട്ടും രാത്രിയിലുമെല്ലാമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുന്നത്. സ്കൂളും കൂടി തുറക്കാനിരിക്കെ വലിയ പ്രതിസന്ധിയാണ് നഗരം അഭിമുഖീകരിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാഫിക് ക്രമീകരണങ്ങൾ നടത്തുമെന്നും വെള്ളക്കെട്ടിന് അടിയന്തരമായി താൽക്കാലിക പരിഹാരമുണ്ടാക്കാൻ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. ചെർപ്പുളശ്ശേരി ടൗണിൽ ഡ്രൈനേജിൻ്റെ പണി പൂർത്തീകരിക്കാത്തതിൻ്റെ ഭാഗമായി ഡ്രൈനേജ് വളരെ ഉയരക്കൂടുതലും റോഡിൽ ഉയർത്തും ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴ പെയ്ത സമയത്ത് റോഡിൽ കൂടെ ഇറങ്ങി നോക്കുകയും
പ്രസ്തുത രോഗത്തിന് സ്പോട്ട് ചെയ്തുകൊണ്ട് അടിയന്തരമായി താൽക്കാലികമായി പരിഹാരം ഉണ്ടാക്കാൻ ഊരാളങ്കൽ ലെവൽ സൊസൈറ്റി അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെയ്യാൻ കഴിയാവുന്ന പ്രവൃത്തിയൊക്കെ തന്നെയാണ്. ആ റോഡ് പണി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പൈപ്പ് ലൈൻ നീക്കി കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ നീക്കി കഴിഞ്ഞാൽ മാത്രമേ റോഡ് പണി പൂർത്തീകരിക്കാൻ കഴിയുമുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ചെയ്യാൻ കഴിയാവുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കും. പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാഫിക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട ക്രമീകരണങ്ങൾ നടത്താനുള്ള ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വൈകുന്നേര സമയത്ത് മഴയൂണ് പെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അത് അടിയന്തരമായി ഇടപെടൽ നടത്തും. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ കടമുറികൾക്ക് അഭിമുഖമായി ബസ്സുകൾ പാർക്ക് ചെയ്തു തുടങ്ങി. തിങ്കളാഴ്ച മുതലാണ് പരിഷ്കരിച്ച പാർക്കിംഗ് സംവിധാനം നിലവിൽ വന്നത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരമാണ് തിങ്കളാഴ്ച മുതൽ ബസ്സുകൾ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കടമുറികൾക്ക് അഭിമുഖമായി പാർക്ക് ചെയ്തു തുടങ്ങിയത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പുതിയ രീതി നടപ്പാക്കുന്നത്. ഇതോടെ സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നതിനായി യാർഡിലേക്ക് പോവേണ്ട അവസ്ഥ ഒഴിവായി. ആദ്യ ദിനം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അബ്ദുൽ നാസർ, കൗൺസിലർമാരായ സബിത, അക്ബർ അലി എന്നിവർ ബസ് സ്റ്റാൻഡിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പുതിയ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായി വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. നഗരസഭയുടെ ബസ് സ്റ്റാൻഡിനകത്ത് ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്നത് യാർഡിലേക്ക് അഭിമുഖമായിട്ടാണ്. ഇത് യാത്രക്കാർക്ക് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു എന്നതിൻ്റെ ഭാഗമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും പൊതുജനങ്ങളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് ബസ്സുകൾ ബസ് സ്റ്റാൻഡിന് കടമുറികൾക്ക് അഭിമുഖമായി നിർത്തണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ബസ്സിൻ്റെ ഓണർമാരും ജീവനക്കാരും ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു. പരമാവധി നഗരസഭ എന്ന നിലയ്ക്ക് ആ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡറുകൾ, കോൺക്രീറ്റിൻ്റെ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്യുന്ന പ്രവർത്തനം നടന്നു വരികയാണ്. ഇന്നലെ കുറേയേറെ ഭാഗം അത് മുറിച്ചു മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. ചില ഭാഗങ്ങളിൽ ബസ് നിർത്തിയിട്ടതിൻ്റെ ഭാഗമായി അത് പൂർണ്ണമായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് ഇന്നും മാറ്റുന്നതാണ്. മാത്രമല്ല, ബസ് സ്റ്റാൻഡിനകത്തേക്ക് വരുന്ന ഭാഗത്ത് ഡിവൈഡർ വെച്ച് തിരിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി വീതി കുറവാക്കി ഒരു ബസ്സിന് മാത്രം വരുന്ന രൂപത്തിലാക്കി യാർഡിൻ്റെ വീതി കൂട്ടാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ബസ് ഓണേഴ്സും ജീവനക്കാരും പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ മാനിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നടപ്പാക്കിക്കൊണ്ട് ഫലപ്രദമായി നടപ്പാക്കുന്ന ഇന്നു മുതൽ അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ പോലീസ്, അതുപോലെ തന്നെ ബസ് ജീവനക്കാർ, ഓണർമാർ, ഇവർക്കെല്ലാവർക്കും പ്രത്യേകം ഈ അവസരത്തിൽ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. സ്റ്റാൻഡിലെ ഡിവൈഡറുകൾ ക്രമീകരിച്ച് യാർഡിന്റെ വീതി കൂട്ടുന്നത് പരിഗണനയിലുണ്ട്. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത്. കോട്ടപ്പാടം ചെറിയ പാറപ്പുറത്ത് വീട്ടുവളപ്പിലെ ആൾമറയില്ലാത്ത കിണറിൽ കാട്ടുപന്നി വീണു. വനം വകുപ്പ് ദ്രുത പ്രതികരണ സേനയെത്തി കയറ്റിവിട്ടു. നാരായണത്തൊടി വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിന് പിന്നിലായുള്ള കിണറിലാണ് തിങ്കളാഴ്ച കാട്ടുപന്നി അകപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ ചെറിയ പാറപ്പുറത്ത് അടൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപം നാരായണത്തൊടി വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിന് പിന്നിലായുള്ള കിണറിലാണ് കാട്ടുപന്നി അകപ്പെട്ടത്. രാവിലെ കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തപ്പോൾ നിറവ്യത്യാസം കണ്ട് നോക്കിയപ്പോഴാണ് കാട്ടുപന്നിയെ കണ്ടത്. ഉടൻ ദ്രുത പ്രതികരണ സേനയെ വിവരം അറിയിച്ചു. രക്ഷാവര ഉപയോഗിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ കാട്ടുപന്നിയെ പുറത്തെടുത്തു. പ്രദേശത്ത് കാട്ടുപന്നി ശല്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞു. കൃഷിനാശവും വരുത്തുന്നുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മോട്ടോർ വാഹന വകുപ്പും ഗതാഗത മന്ത്രിയും സർക്കാരും വാഹന ഉടമകളെ വഞ്ചിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സമരം നടത്തും. പാലക്കാട് RTO ഓഫീസിന് മുൻപിൽ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്കാണ് സമരം നടത്തുന്നത്. RC ബുക്ക് പ്രിന്റിംഗ് വൈകുന്നത് ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് വാഹന ഉടമകൾ നേരിടുന്നതെന്ന് മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാങ്ങുന്ന വാഹനങ്ങളുടെ RC യഥാസമയം ലഭിക്കാത്തത് കാരണം വാഹന വ്യാപാര മേഖല തകർന്ന സ്ഥിതിയാണ്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പലതവണ സർക്കാരിനെ സമീപിച്ചെങ്കിലും ഉറപ്പുപാലിക്കാൻ സർക്കാർ തയ്യാറായില്ല. ലക്ഷക്കണക്കിന് RCകൾ ട്രാൻസ്ഫർ ചെയ്യാൻ നൽകിയ അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. ടാക്സി വാഹനങ്ങൾക്ക് ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഓട്ടം പോകാൻ താൽക്കാലിക പെർമിറ്റ് എടുക്കാനും ഇൻഷുറൻസ്, ഫിറ്റ്നസ് എന്നിവയ്ക്കും RC ബുക്ക് കിട്ടാത്തത് കാരണം കഴിയുന്നില്ല.
വിറ്റ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പേര് മാറ്റിയാൽ മാത്രമേ ഉടമകൾക്ക് വാഹന ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ. RC കിട്ടാത്തത് കാരണം ഇതിനും സാധിക്കുന്നില്ല. വാഹനപ്പിഴ അടയ്ക്കാൻ കൃത്യമായ ഏകജാലകം ഇല്ലാത്തതും വാഹന ഉടമകൾക്ക് പ്രയാസം നേരിടുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള RT ഓഫീസുകളും ഒരേ സമയം പിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. RC ബുക്ക് അടിച്ചു കിട്ടാനുള്ള കാലതാമസത്തിൻ്റെ പേരിലാണ് ധർണ നടത്തുന്നത്. അതായത് 7 മാസത്തോളമായി RC ബുക്കുകൾ പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ട്. അപ്പോൾ ഈ വാഹന മേഖല വളരെ പ്രയാസത്തിലാണ്, സ്തംഭിച്ച് കിടക്കുകയാണ്. അപ്പോൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ കമ്മീഷണറെയും വകുപ്പ് മന്ത്രിയും പോയി കാണുകയും അവർ ഓരോ ഒഴിവുകൾ പറഞ്ഞ് ഇത് 6 മാസം 7 മാസത്തോളമായിട്ട് RC ബുക്കുകളൊക്കെ നിലച്ചിരിക്കുകയാണ്, ഒന്നും കിട്ടില്ല. അത് കാരണം വാഹന മേഖല വളരെ സ്തംഭനത്തിലാണ്. ഉള്ള വാഹനങ്ങൾ വിറ്റുപോകാതെയും RCകൾ ട്രാൻസ്ഫർ ചെയ്യാതെ കച്ചവടങ്ങൾ റിട്ടേൺ ആവുന്ന അവസ്ഥയുണ്ട്. ഇൻഷുറൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഈ മേഖല നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വയം തൊഴിൽ മേഖലയാണ് ഇത്. ഇതിന് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾ പറ്റുന്നില്ല. സർക്കാർ നമ്മളെ ജനദ്രോഹപരമായ ഒരു നടപടിയാണ് ഇപ്പോൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 7 മാസമായിട്ട് നമ്മൾ ഒരു പ്രിൻറ്റിങ്ങിന് 245 രൂപ അവർ വാങ്ങുന്നുണ്ട്. ഇന്നത്തെ കോടിക്കണക്കിന് ഉറുപ്പിക ഈ കമ്പനിക്ക് കടബാധ്യതയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് പ്രിൻറ്റിങ് നടക്കാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളേക്ക് അഡ്വാൻസ് ആയിട്ട് ഈ പൈസ, ഇത് വാഹന മേഖല മാത്രമല്ല, RC ബുക്കും ലൈസൻസും എല്ലാം ഈ മേഖലയിൽ സ്തംഭിച്ചിരിക്കുകയാണ്. 7 മാസമായിട്ട് ആർക്കും ഇത് കിട്ടുന്നില്ല. പ്രസിഡന്റ് മേലേതിൽ അസീസ്, സെക്രട്ടറി M. അബ്ദുൽ നാസർ, ട്രഷറർ K. താഹിർ, A. അസീസ്, വർഗീസ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ പിറന്നാൾ പ്രമാണിച്ച് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റിയും ലാൽ കെയർ സൗദി അറേബ്യയും വിപുലമായി പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ഓൾഡ് ഏജ് ഹോമിൽ കേക്ക് മുറിക്കലും ഉച്ചഭക്ഷണവും സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് എടേരം അഭയം ഓൾഡ് ഏജ് ഹോമിലാണ് മോഹൻലാൽ ഫാൻസ് മെമ്പർമാർ ഒത്തുകൂടിയത്. ലാലിന്റെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. തുടർന്ന് അഭയത്തിലെ അന്തേവാസികളായ അമ്മമാർക്കായി ഉച്ചഭക്ഷണം ക്രമീകരിച്ചിരുന്നു. ലാലേട്ടൻ ഫാൻസ് പ്രവർത്തകർ അഭയം അന്തേവാസികൾക്കൊപ്പം പാട്ടും നൃത്തവുമായി ഒരുമിച്ച് കൂടിയത് വേറിട്ട അനുഭവമായെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആൾ കേരള മോഹൻലാൽ ഫാൻസ് മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി പ്രാവശ്യത്തെ ലാലേൻ്റെ പിറന്നാള് മണ്ണാർക്കാട് പയ്യനടം അഭയം അന്തേവാസികൾക്കൊപ്പം ഞങ്ങളിന്ന് ആഘോഷിച്ചു. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഞങ്ങൾ ഇതുപോലെ ഒരുപാട് കാര്യപ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്കുള്ള ഫുഡ് ലാൽ കെയർ സൗദി അറേബ്യ എന്നുള്ള അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ മണ്ണാർക്കാട് മേഖല ആഭിമുഖ്യത്തിൽ അത് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടാതെ മണ്ണാർക്കാട് പ്രദേശത്ത് തെരുവിൽ ഭക്ഷണപ്പൊതി വിതരണവും നടത്തി. പരിപാടികൾക്ക് മോഹൻലാൽ ഫാൻസ് മണ്ണാർക്കാട് മേഖലാ പ്രസിഡന്റ് മനീഷ്, ട്രഷറർ രതീഷ് ചീരക്കുഴി, പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സുപ്രഭാത് എന്നിവർ നേതൃത്വം നൽകി. മഴക്കാലക്കെടുതികളെ പ്രതിരോധിക്കുന്നതിന് ട്രോമ കെയർ വളണ്ടിയർമാർക്കായി മലപ്പുറത്ത് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഴക്കാലക്കെടുതികളെ പ്രതിരോധിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ആരോഗ്യവകുപ്പ്, ജില്ലാ ട്രോമ കെയർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ദുരന്ത സാധ്യതകൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ മാർഗം തയ്യാറാക്കുന്നതിനും ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുവാനും ഉദ്ദേശിച്ച് ട്രോമ കെയർ വളണ്ടിയർമാർക്കാണ് പരിശീലനം നൽകിയത്. മുന്നൊരുക്കം 2024 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലപ്പുറം നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. ദുരന്തം കൊണ്ട് ഒരു മരണവും ഉണ്ടാകാൻ പാടില്ല, ഒരു നാശനഷ്ടവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള മുൻകരുതലുകൾ നമ്മൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തവും നമ്മൾ മുമ്പിൽ കാണുമ്പോൾ മുമ്പിൽ കണ്ടു മാത്രമേ മുമ്പോട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഒരു ദുരന്തവും ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടല്ല മുമ്പിൽ വരുന്നത്. നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ പ്രദേശത്തിനും വളരെ ദുഃഖകരമായ ദുരന്തങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാം മുമ്പിലുണ്ട്. നിങ്ങളെല്ലാം അതിൽ അറിഞ്ഞ് പ്രവർത്തിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദുരന്തവും ഒരു മണിക്കൂറുകൾക്ക് മുമ്പോ ഒരു ദിവസങ്ങൾക്ക് മുമ്പോ കൃത്യമായിട്ട് യാതൊരു മുന്നറിയിപ്പ് നൽകാറില്ല. അങ്ങനെ മുന്നറിയിപ്പ് നൽകാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപക്ഷെ വളരെ വലിയൊരു മുന്നൊരുക്കങ്ങളും പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള ഒരുപക്ഷെ അത്യാവശ്യത്തിന് വേണ്ടതിലധികം പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി, ദുരന്തത്തിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ടി വരും.
നമ്മുടെ ജില്ലയിൽ വ്യത്യസ്തമായ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന പല പ്രദേശങ്ങളുണ്ട്. മലയോര പ്രദേശങ്ങളുണ്ട്, വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്, കടലാക്രമണത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്, ഒഴുക്കിൽപ്പെട്ടു പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്, മരങ്ങൾ കടപുഴകി വീണ് ആൾക്കാരുടെ ജീവന് നഷ്ടം വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. അങ്ങനെ വളരെ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ മഴക്കാലത്തിന് മുന്നോടിയായി ഇതുവരെ നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് 15 മുതൽ 30% സാധാരണ ആവറേജിനേക്കാളും വർദ്ധിച്ച മഴയാണ് ലഭിക്കാൻ സാധ്യത. അത് തന്നെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. വളരെ കൃത്യമായ കണക്കുകൾ തൊട്ടടുത്ത ദിവസങ്ങളിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ദുരന്തം 10-15 ദിവസത്തിനപ്പുറം നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നൊരു മുൻകരുതലോടുകൂടി ഉള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ചടങ്ങിൽ ജില്ലാ ട്രോമ കെയർ പ്രസിഡന്റ് റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ ഡോക്ടർ PM മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് എയർപോർട്ട് ഫയർ സർവീസിലെ സീനിയർ മാനേജർ ഇ ഷൗക്കത്ത് അലി മുഖ്യാതിഥിയായിരുന്നു. മലപ്പുറം ജില്ലാ ട്രോമ കെയർ സെക്രട്ടറി KP പ്രതീഷ്, ട്രഷറർ ഹാറൂൺ അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ KA ജോസഫ് സ്റ്റീഫൻ റോബി, മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജേക്കബ്, ജില്ലാ ട്രോമ കെയർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് PPA സഗീർ എന്നിവർ സംസാരിച്ചു. ദുരന്ത നിവാരണ ലഘൂകരണം എന്ന വിഷയത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് GS പ്രദീപ്, ദുരന്ത മേഖലയിലെ ആരോഗ്യരക്ഷ എന്ന വിഷയത്തിൽ ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ C ഷുബിൻ, NDC നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ നിസാർ, ദുരന്ത നിവാരണവും ഭിന്നശേഷിയും എന്ന വിഷയത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ CK ഷീബ മുന്താസ് എന്നിവർ പരിശീലനം നൽകി. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന MESന്റെ ലോകദേശീയ സെമിനാർ വിജയിപ്പിക്കുന്നതിനായി ഏലംകുളം പഞ്ചായത്ത് തല പ്രാദേശിക സംഘാടക സമിതി രൂപീകരിച്ചു. ജൂൺ 13-14 തീയതികളിലാണ് പെരിന്തൽമണ്ണയിൽ EMSന്റെ ലോകം ദേശീയ സെമിനാർ നടക്കുന്നത്. EMSന്റെ ലോകം ദേശീയ സെമിനാർ ഏലംകുളം പഞ്ചായത്ത് തല പ്രാദേശിക സംഘാടക സമിതി രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP അനിൽ ഉദ്ഘാടനം ചെയ്തു. 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഏലംകുളത്ത് 20 ഇടങ്ങളിലായി EMS സ്മൃതി സദസ്സുകൾ സംഘടിപ്പിക്കാനും മെയ് 25, 26 തീയതികളിൽ ഗൃഹസന്ദർശനം സംഘടിപ്പിക്കുവാനും നിശ്ചയിച്ചു. യോഗത്തിൽ CPM ഏരിയ സെന്റർ അംഗം P ഗോവിന്ദപ്രസാദ് സംസാരിച്ചു. അജിത് കുമാർ, J ബിജു എന്നിവർ സംസാരിച്ചു. S ശ്രീരാജ് അധ്യക്ഷത വഹിച്ചു. ഏലംകുളം പഞ്ചായത്ത് സംഘാടക സമിതി ചെയർമാനായി NP ഉണ്ണികൃഷ്ണൻ, ജനറൽ കൺവീനർ P അജിത് കുമാർ എന്നിവരെ നിശ്ചയിച്ചു. പെരിന്തൽമണ്ണ ഒടമല മഖാമിൽ 4 മാസം നീണ്ടുനിന്ന നേർച്ചയ്ക്ക് സമാപനമായി. മൗലിദ് പാരായണത്തിന് ശേഷം ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെയാണ് നേർച്ച സമാപിച്ചത്. ഒടമല മഖാം നേർച്ച സമാപനത്തോടനുബന്ധിച്ച് 4 ദിവസങ്ങളായി മഖാം സിയാറത്ത്, മതപ്രഭാഷണം, നൂറെ അജ്മീർ ആത്മീയ മജ്ലിസ്, സ്നേഹസംഗമം, മൗലിദ് പാരായണം തുടങ്ങിയ പരിപാടികൾ നടന്നു. സമാപന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വ്യാഴാഴ്ച നടന്ന മതപ്രഭാഷണ സദസ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഷെരീഫ് റഹ്മാനി നാട്ടുകൽ മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളിയാഴ്ച നടന്ന നൂറെ അജ്മീർ ആത്മീയ മജ്ലിസ് സമസ്ത കേരള ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് പ്രാർത്ഥന സദസ്സിന് നേതൃത്വം നൽകി. മതസൗഹാർദ്ദ സന്ദേശം വിളിച്ചോതി നടന്ന സ്നേഹസംഗമം ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാമദാസ്, മുരളി മാസ്റ്റർ ആനമങ്ങാട്, പീതാംബരൻ, മനോജ് വീട്ടുവേലിക്കുന്നേൽ എന്നിവർ മുഖ്യാതിഥികളായി. ഫരീദ് റഹ്മാനി കാളിക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി. ഒടമലയിലെ മുതിർന്ന ആളുകളെ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന മക്കാം സിയാറത്തിനും മൗലിദ് പാരായണത്തിനും ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകി. റസാഖ് ഫൈസി പരിയാമ്പുരം അധ്യക്ഷനായി. മഹല്ല് മുദ്രീസ് ഷെരീഫ് ഫൈസി കാരക്കാട് അന്നദാന വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. ജാതിമതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമായി. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് അന്നദാന വിതരണം പൂർത്തിയാക്കിയത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി നടത്തിയ സിവിൽ സർവീസ് ടാലന്റ് പരീക്ഷ വിജയികളെ പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLA ആണ് വിജയികളെ പ്രഖ്യാപിച്ചത്. 300 പേർക്ക് സിവിൽ സർവീസ് എൻട്രൻസ് പരിശീലനത്തിന് അവസരം നൽകും. സൗജന്യ സിവിൽ സർവീസ് എൻട്രൻസ് പരിശീലനം നൽകുന്നതിന് വിദ്യാർത്ഥികളെ കണ്ടെത്താൻ സംസ്ഥാനത്തെ 60 കേന്ദ്രങ്ങളിൽ ടാലന്റ് പരീക്ഷ സംഘടിപ്പിച്ചിരുന്നു.
ഈ പരീക്ഷയിൽ വിജയികളായവരെ നജീബ് കാന്തപുരം MLA പ്രഖ്യാപിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫസ്റ്റ് പ്രൈസ് നിലമ്പൂർ സെൻറ്ററിലേക്കാണ് പോയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ നിരവധി സെൻറ്ററുകൾ ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഉണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും നമുക്ക് സെൻറ്റർ ഉണ്ടായിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിലെ 1ാം സ്ഥാനം ലഭ്യമായിരിക്കുന്നത് നിലമ്പൂർ സെൻറ്ററിൽ പരീക്ഷ എഴുതിയ ആര്യനന്ദ V എന്ന കുട്ടിക്കാണ്. എല്ലാ ആശംസകളും അറിയിക്കുന്നു. പ്രജീഷ് വിയുടെ മകളാണ് ആര്യനന്ദ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു മുഹമ്മദ് അനസ് P. മുഹമ്മദ് അനസ് കോഴിക്കോട് നടക്കാവ് സെൻറ്ററിൽ നിന്നാണ് പരീക്ഷ എഴുതിയത്. അഫ്സലിൻ്റെ മകനാണ് മുഹമ്മദ് അനസ്. മുഹമ്മദ് അനസിനാണ് ഹൈസ്കൂൾ വിഭാഗത്തിലെ സെക്കൻഡ് പ്രൈസ്. തേർഡ് പ്രൈസ് പെരിന്തൽമണ്ണ സെൻറ്ററിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്കാണ് അഭിനവ് RJ, സൺ ഓഫ് രാജേഷ് C. രാജേഷിൻ്റെ മകൻ അഭിനവിനാണ് 3ാം സ്ഥാനം. ഹൈസ്കൂളിലെ 3 ജേതാക്കളെയും ആദ്യമായി അനുമോദിക്കുന്നു. ഹയർ സെക്കൻഡറി തലത്തിൽ ഫസ്റ്റ് പ്രൈസ് ലഭ്യമായിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം, ഏറ്റവും റിമോട്ടായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അതിൻ്റെ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു എന്ന വിവരമാണ്. പത്തനംതിട്ട സെൻറ്ററിൽ പരീക്ഷ എഴുതിയ സൂര്യകിരൺ SL എന്ന കുട്ടിക്കാണ് 1ാം സ്ഥാനം. സൺ ഓഫ് സുനിൽ കുമാർ, സൂര്യകിരൺ SL. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി സെൻറ്ററിൽ നിന്ന് പരീക്ഷ എഴുതിയ ശ്രീനന്ദ് സുധീഷ് എന്ന വിദ്യാർത്ഥിക്കാണ്. സൺ ഓഫ് സുധീഷ് പുത്തലത്ത്. ആ കുട്ടിക്കാണ് സെക്കൻഡ് പ്രൈസ് ലഭ്യമായിരിക്കുന്നത്. 3ാമത്തെ സ്ഥാനം തേർഡ് പ്രൈസ് ലഭ്യമായിരിക്കുന്നത് ഫഹ്മിദ ഫാറൂഖ്, ഡോട്ടർ ഓഫ് ഉമ്മർ ഫാറൂഖിൻ്റെ മകൾ ഫഹ്മിദയ്ക്കാണ്. പൊന്നാനി സെൻറ്ററിൽ പരീക്ഷ എഴുതിയ കുട്ടിയാണ്. അവർക്കാണ് 3ാം സ്ഥാനം. ഈ 3 ജേതാക്കളെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. ഇനി കോളേജ് വിഭാഗത്തിൽ നിന്ന് UG ലെവലിൽ നിന്ന് പരീക്ഷ എഴുതിയ 1ാം സ്ഥാനം നേടിയ കുട്ടി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സെൻറ്ററിൽ നിന്ന് പരീക്ഷ എഴുതിയ ക്രിസ്റ്റി ജിൽസ് എന്ന് പറയുന്ന കുട്ടിയാണ്. സൺ ഓഫ് ജിൽസ് തോമസിൻ്റെ മകൻ ക്രിസ്റ്റി ജിൽസാണ്. സെക്കൻഡ് പ്രൈസ് ജസീം, സൺ ഓഫ് നജീബ് PI, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സെൻറ്ററിൽ നിന്നാണ് പരീക്ഷ എഴുതിയത്. തേർഡ് പ്രൈസ് പെരിന്തൽമണ്ണ സെൻറ്ററിൽ പരീക്ഷ എഴുതിയ വൈഷ്ണവ് VG, സൺ ഓഫ് വേണുഗോപാലൻ. ഈ 3 ജേതാക്കളെയും അഭിനന്ദിക്കുകയാണ്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പ്രത്യേകമായി പറയാനുള്ളത്, നമ്മുടെ കോഴ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 1-നാണ്. ഇപ്പോൾ കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 8ാം ക്ലാസ് മുതൽ കോളേജ് തലം വരെ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥികൾക്കും ഈ കോഴ്സിൽ ചേരാൻ കഴിയുന്നതാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് എന്നിങ്ങനെ 3 വിഭാഗങ്ങൾക്കാണ് ടാലന്റ് പരീക്ഷ നടത്തിയത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിലമ്പൂർ സ്വദേശിനി ആര്യനന്ദ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പത്തനംതിട്ട സ്വദേശി സൂര്യകിരൺ SL, UG വിഭാഗത്തിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ക്രിസ്റ്റി ജിൽസ് എന്നിവർ 1ാം റാങ്ക് നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കോഴിക്കോട് സ്വദേശി മുഹമ്മദ് അനസ് P 2ാം റാങ്കും പെരിന്തൽമണ്ണ സ്വദേശി അഭിനവ് RJ 3ാം സ്ഥാനവും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി ശ്രീനന്ദ് സുധീഷ് 2ാം റാങ്കും, പൊന്നാനി സ്വദേശിനി ഫഹ്മിദ ഫാറൂഖ് 3ാം റാങ്കും, UG വിഭാഗത്തിൽ കോട്ടക്കൽ സ്വദേശി ജസീം 2ാം സ്ഥാനവും, പെരിന്തൽമണ്ണ സ്വദേശി വൈഷ്ണവ് VG 3ാം സ്ഥാനവും നേടി. ഈ മാസം 11-നായിരുന്നു ടാലന്റ് പരീക്ഷ നടന്നത്. 6000-ഓളം വിദ്യാർത്ഥികൾ ടാലന്റ് പരീക്ഷ എഴുതിയിരുന്നു. ജൂനിയർ IAS, സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ്, ഫൗണ്ടേഷൻ പ്ലസ് കോഴ്സുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ക്രിയ സിവിൽ സർവീസ് അക്കാദമി ടാലന്റ് പരീക്ഷ നടത്തിയത്. 1ാം റാങ്ക് ജേതാക്കൾക്ക് ഐഫോണും, 2ാം റാങ്ക് നേടിയവർക്ക് ഐപാഡും, 3ാം റാങ്കുകാർക്ക് iWatchും സമ്മാനമായി നൽകും. 3 വിഭാഗങ്ങളിലുമായി 300 വിദ്യാർത്ഥികൾക്ക് 100% സ്കോളർഷിപ്പോടെ പുതിയ കോഴ്സുകളിൽ പ്രവേശനം നൽകും.
അടുത്ത മാസം 30-ന് അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം MLA അറിയിച്ചു. 44-ാം ജന്മദിനത്തിൽ 44 കിലോമീറ്റർ ഓടി ആരോഗ്യ സംരക്ഷണത്തിന്റെയും വ്യായാമത്തിന്റെയും സന്ദേശം പൊതുസമൂഹത്തിന് കൈമാറി NCP മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സദഖത്തുള്ള പടലത്ത്. ജന്മദിനമായ തിങ്കളാഴ്ച പുലർച്ചെ പാലക്കാട് കോട്ടമൈതാനം മുതൽ മണ്ണാർക്കാട് വരെയാണ് ഓടിയത്. എല്ലാ ദിവസവും 10 മുതൽ 15 കിലോമീറ്റർ വരെ ഓടാറുണ്ട്. ഇത്തവണത്തെ ജന്മദിനം വ്യായാമത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിൽ എത്തിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് 44 കിലോമീറ്റർ ഓട്ടത്തിൽ കലാശിച്ചത്. ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്നു. തച്ചമ്പാറയിൽ എത്തിയപ്പോൾ BP പരിശോധിച്ചു. കുഴപ്പമില്ലെന്ന് കണ്ടതോടെ വീണ്ടും ഓടി. മണ്ണാർക്കാടെത്തിയ സദഖത്തുള്ളയെ സേവ് മണ്ണാർക്കാട് റണ്ണേഴ്സ് ക്ലബ്ബ് സ്വീകരിച്ചു. നൊട്ടൻമല മുതൽ ടൗൺ വരെ റണ്ണേഴ്സ് ക്ലബ്ബ് അംഗങ്ങളും സദഖത്തുള്ളയ്ക്കൊപ്പം ഓടി. അധ്യാപികയും പൊതുപ്രവർത്തകയുമായ K. പ്രസീതയുടെ ജഗരന്തയിലെ ഊഞ്ഞാൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരനും പത്രാധിപരുമായ KC നാരായണനിൽ നിന്നും കവി ഷീജ വക്കം പുസ്തകം ഏറ്റുവാങ്ങി. പെരിന്തൽമണ്ണ IMA ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ചിത്ര ജയന്തന്റെ കാവ്യാലാപനത്തോടെയാണ് തുടങ്ങിയത്. സാഹിത്യകാരൻ PN ഗോപികൃഷ്ണൻ എഴുത്തും പ്രഭാഷണവും എന്ന വിഷയത്തിൽ സംസാരിച്ചു. B. സുരേഷ് പുസ്തകം പരിചയപ്പെടുത്തി. K. ജയദേവൻ അധ്യക്ഷനായി. TK നാരായണദാസ്, നാരായണൻകുട്ടി കർത്ത, C. ദിവാകരൻ, CV ജയകുമാർ, വേണുപാലൂർ, PS വിജയകുമാർ, സജിത് പെരിന്തൽമണ്ണ എന്നിവർ സംസാരിച്ചു. ഈശ്വരമംഗലം അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും പഠനകിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം സുധിൻ ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കീബോർഡിസ്റ്റ് ശരൺ അപ്പു മുഖ്യാതിഥിയായി. ഡോക്ടർ ആൽവിൻ ആനന്ദ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സംഗീത് S. കുമാർ, പ്രണവ് MC കുമാരൻ, A. അയ്യപ്പൻകുട്ടി, E. രാമൻകുട്ടി, ഷംസുദ്ദീൻ P, A. ശശികുമാർ, കിഷൻ മോഹൻ, വിഘ്നേഷ് MC എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. SSLC, +2, USS, LSS, NMMS എന്നിവയിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും പഠനകിറ്റ് വിതരണവും ചെയ്തു. തുടർന്ന് സംഗീത വിരുന്നും അരങ്ങേറി. ക്ലീൻ കരിമ്പുഴ ക്യാമ്പയിന്റെ ഭാഗമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തിളങ്ങട്ടെ കരിമ്പുഴ എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയുടെ പ്രവർത്തനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. സാജിറ ഉദ്ഘാടനം ചെയ്തു. വിവിധ വാർഡുകളിൽ വാർഡ് മെമ്പർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ 50ഓളം ആരോഗ്യ വളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് പമ്പ്ര അധ്യക്ഷത വഹിച്ചു. വൈകിട്ട് കോട്ടപ്പുറം ജംഗ്ഷനിൽ വെച്ച് നടന്ന സമാപന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാരായ നിഷ രാമൻ, ഖദീജ കോട്ടപ്പുറം, പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭാരത് സത്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജീവ്, JHIമാരായ MN ഗോപാലകൃഷ്ണൻ, ബാബു വിജിത, സെയ്തലവി എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. സിൽവർ മൗണ്ട് ഇന്റർനാഷണൽ സ്കൂൾ പെരിന്തൽമണ്ണ പുതുതായി ആരംഭിക്കുന്ന +1 കൊമേഴ്സ് ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. സിൽവർ മൗണ്ട് ഇന്റർനാഷണൽ സ്കൂൾ പെരിന്തൽമണ്ണ പുതുതായി ആരംഭിക്കുന്ന +1 കൊമേഴ്സ് ബാച്ചിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. ഒപ്പം 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. +1 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി നൽകുന്ന ഡോക്ടർ ഷെമി മെമ്മോറിയൽ സ്കോളർഷിപ്പിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ റഫ്സത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ഷാഹിദ് ചോലയിൽ, കൗമാര വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ MES മെഡിക്കൽ കോളേജ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് MS സുനിൽ എന്നിവർ സംസാരിച്ചു. പ്രോഫിൻസ് പെരിന്തൽമണ്ണ CEO മുഹമ്മദ് സമീൽ, സിൽവർ മൗണ്ട് ഡയറക്ടർമാരായ അബ്ദുള്ള മുരിങ്ങോടൻ, അബ്ദുറഹ്മാൻ, മൊയ്തുട്ടി, അഷറഫ്, നജീബ്, കോഴ്സ് കോർഡിനേറ്റർ ആര്യ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു.
Silvermount always paves way for the children to think beyond what they are seeking for. So here we come up with a commerce stream where we have been providing Dr. Shamim's Memorial Scholarship, which will be given to the deserving candidate. So for the further details about the commerce stream will be given by the coordinator, Ms. Arya. Adding a feather to Silvermount, we are going with a commerce batch which will have a combination like computer science, infographics and maths. We also have the subjects English, accounts, business studies, economics or entrepreneurship. We also focus on English proficiency as well as something which could add on to the commerce students, like any guidance to the professional courses, and always they will be made up to date about the recent trends which is happening all over. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുപ്പശ്ശേരി പന്നിയംകുറിശി റോഡിന്റെ ശോചനീയാവസ്ഥ. വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് നഗരസഭ. നിലവിലുള്ള കുണ്ടും കുഴികളും തൂർത്ത് ഡ്രെയിനേജുകൾ ശരിപ്പെടുത്തി റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാൻ തീരുമാനം. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു. 35 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 13 വയസ്സുകാരുടെ നില ഗുരുതരം. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തും ആരോഗ്യവകുപ്പും. കടമ്പൂർ വേട്ടക്കര കടമ്പഴിപ്പുറം റോഡ് അപകടാവസ്ഥയിൽ. അടുത്ത് നവീകരണ ഉദ്ഘാടനം കഴിഞ്ഞ റോഡാണ് ശക്തമായ മഴയിൽ മണ്ണൊലിച്ചു പോയി അപകടാവസ്ഥയിലെത്തിയത്. സംരക്ഷണ ഭിത്തി കെട്ടാതെയാണ് റോഡ് നവീകരിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ. ചെറുപ്പശ്ശേരി ടൗണിൽ അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും ഉടൻ പരിഹാരം കാണുമെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ. അതിനുവേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക്. മോട്ടോർ വാഹന വകുപ്പും ഗതാഗത മന്ത്രിയും സർക്കാരും വാഹന ഉടമകളെ വഞ്ചിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. പാലക്കാട് RTO ഓഫീസിന് മുൻപിൽ ചൊവ്വാഴ്ച രാവിലെയാണ് പ്രതിഷേധ സമരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.